ജർമ്മനിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് സഖ്യം ജയത്തിലേക്ക്. പ്രതിപക്ഷമായ CDU, SCU, CSU സഖ്യം 28.5% വോട്ട് നേടി. ഫെഡറിക് മോട്സാക്കും അടുത്ത ചാൻസലർ. തെരഞ്ഞെടുപ്പ് വിജയികൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശംസ അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൺസർവേറ്റീവ് സഖ്യത്തിന് 28.6% വോട്ടുകൾ നേടാനായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 280-ലേറെ സീറ്റുകളിലും വിജയിക്കാനായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തീവ്ര വലതുപക്ഷമായ AfDക്ക് 20% സീറ്റുകൾ നേടാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. രണ്ടാം സ്ഥാനത്താണ് എന്നാണ് വിവരം. നേരത്തെ പ്രസിഡന്റായിരുന്ന ഒലാഫ് സ്കോൾസിന്റെ പാർട്ടിക്ക് 3-ാം സ്ഥാനത്ത് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമുള്ള ആദ്യഘട്ട വോട്ടിംഗിൽ തന്നെ ഈ ഭരണമാറ്റം സംബന്ധിച്ച കൃത്യമായ സൂചനകൾ ലഭ്യമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ജർമ്മനിയിൽ നടക്കുന്ന പല വിഷയങ്ങളും, അതായത് ജർമ്മനിയിലെ രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിലെ നിലപാടുകളെല്ലാം തന്നെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, അതായത് CDS എന്ന പാർട്ടിയുടെ നേതാവ് ഫ്രെഡറിക് മേഴ്സ് ആയിരിക്കും അടുത്ത ജർമ്മൻ ചാൻസലർ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, CDS സഖ്യത്തിന്, ആ വലതുപക്ഷ സഖ്യത്തിന് കൃത്യമായ ഒരു മുന്നേറ്റം നേടാൻ സാധിച്ച ഒരു സാഹചര്യത്തിൽ അദ്ദേഹമായിരിക്കും പുതിയ ചാൻസലർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഏപ്രിൽ മാസത്തോടെ, ഈസ്റ്ററോടുകൂടി അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെ, സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായ ഒരു ഭരണമാറ്റം അമേരിക്കയിൽ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ നിന്നും ജർമ്മനിയിൽ ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വിജയത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദൃശ്യ വിവരങ്ങൾ നൽകിയത്. ജർമ്മൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. കൺസർവേറ്റീവ് സഖ്യം ജയത്തിലേക്കെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്.